നമസ്കാരം. ഇന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാർത്ത, കൂടുതലും കേൾക്കുന്ന വാർത്ത, പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എമൗണ്ട് നഷ്ടപ്പെട്ടു, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു, കോടികൾ നഷ്ടപ്പെട്ടു, കോടികൾ തട്ടിപ്പ് നടത്തി, അങ്ങനെയുള്ള വാർത്തകൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇത് കൂടുതലും മലയാളികളിലാണ് സംഭവിക്കുന്നത്. വളരെയധികം വിദ്യാഭ്യാസവും വിവരവുമുള്ള മലയാളികളിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷേ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ തിരിച്ചറിവ് കുറവല്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് പലരും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒന്നാമത് അവരുടെ കയ്യിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് എമൗണ്ട് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇത് എവിടെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഫിനാൻഷ്യൽ നോളജ് കുറവായതുകൊണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങളിൽ കൂടുതലും ആളുകൾ ചെന്നപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ ഏറ്റവും കൂടുതൽ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് എന്ത് കൂടുതൽ കിട്ടും എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ എമൗണ്ട് നഷ്ടപ്പെടാതിരിക്കണം എന്ന് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ എമൗണ്ട് അത് നമ്മൾ ഹാർഡ് ഏൺ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റോ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നതായിരിക്കാം. ഈ എമൗണ്ട് നഷ്ടപ്പെടാതിരിക്കുക, അതിനൊരു സെക്യൂരിറ്റി ഉണ്ടാവുക എന്ന് വേണം നമ്മൾ ആദ്യം ചിന്തിക്കാനായിട്ട്. അതിന് പകരം അതിൽ ഏറ്റവും അതിനെ ഒരു 10 ഇരട്ടി ആക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ എമൗണ്ട് നഷ്ടപ്പെടാതിരിക്കുക. കൂടുതൽ ഇരട്ടിയാക്കാൻ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മേലെ എന്ത് കിട്ടും എന്ന് ആലോചിക്കുമ്പോഴാണ് ഉള്ള എമൗണ്ട് കൂടെ പോയി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എമൗണ്ട് സെക്യൂറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു തട്ടിപ്പിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ എമൗണ്ട് സെക്യൂറായിട്ടുള്ള ഒരു കാര്യത്തിൽ, ഇൻഷുർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പൈസ പോലും നമ്മളുടെ നഷ്ടപ്പെടാതെയും നമുക്ക് അത്യാവശ്യം അതിനൊരു മാന്യമായ രീതിയിലുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ഇനി വരും കാലങ്ങളിൽ നമുക്ക് അറിയാം, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഈ രാജ്യത്ത് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും വരില്ല. പുറം നാടുകളിൽ പലയിടത്തും ഇൻട്രസ്റ്റ് റേറ്റ് പോലും ഇല്ല, ഇൻട്രസ്റ്റ് പോലും ഇല്ല ഇൻവെസ്റ്റ്മെൻറ്റിന്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ നമ്മളുടെ രാജ്യത്തും ആ ഒരു കാര്യത്തിലേക്കൊക്കെ വരും. അപ്പോൾ ഇൻട്രസ്റ്റ് പോലും ഇല്ലാതെ ഉള്ള പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കാൻ മാത്രം ആയിത്തീരുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് നഷ്ടപ്പെടാതെയും അത് സെക്യൂറായിട്ടും നമുക്ക് ഒരു ഇൻഷുർ കിട്ടുന്ന രീതിയിലും നല്ല രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനൊരു മാർഗം. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ.